ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ 9 മണിയായപ്പോഴാണ് എത്തിയത്. നമുക്കിന്ന് 9 മണിക്ക് എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ മുനിസിപ്പാലിറ്റി പോയിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നമുക്കിന്ന് ഹരിതകർമ്മ സേനയുടെ കാര്യങ്ങളൊക്കെ പറ്റിയാണ് കേട്ടോ നമ്മളിത് പഠിക്കുകയൊക്കെ ചെയ്തത്. ഇന്ന് അവരുടെ അടുത്തൊക്കെ പോയി അവരുടെ യൂണിറ്റിൽ ചെന്നു. നിറയെ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാസ്റ്റിക് എങ്ങനെയൊക്കെയാണ് വേർതിരിക്കണേന്നൊക്കെ അവർ കാണിച്ചൊക്കെ തന്നു. നിറയെ ചേച്ചിമാരുണ്ട് കേട്ടോ. രാവിലെ 9:30 ആകുമ്പോൾ അവരുടെ ഡ്യൂട്ടി തുടങ്ങും. വൈകുന്നേരം 5 മണി വരെയാണ് അവർക്ക് ഡ്യൂട്ടി. അങ്ങനെ നമ്മൾ 2 ചേച്ചിമാരുടെ കൂടെ ആട്ടോ നമ്മളിന്ന് പോയത്. എങ്ങനെയാണ് അതിൻ്റെ റെസിപ്റ്റ് എഴുതുന്നതും അതേപോലെ ആ ബുക്ക് എങ്ങനെയാണ് അതിൻ്റെ എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മുടെ കൂടെ ഉണ്ടായ ശ്രീദേവി ചേച്ചിയാണ്. ചേച്ചി നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യവും പറഞ്ഞു തന്നായിരുന്നു. പിന്നെ ഈ കാർഡിൻ്റെ ബാക്കിലുണ്ട് എന്തൊക്കെയാണ് ഓരോ മാസം കൊടുക്കേണ്ടതെന്ന്. വർക്കല നഗരസഭയുടെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇതിൻ്റെ പോയത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ആ കാർഡിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഓരോ മാസം എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മളാണെങ്കിൽ അഞ്ജിതയും പിന്നെ അഫ്സലും അനയും ദേവികയും ഞാനുമായിരുന്നു കേട്ടോ ഒരു ടീമാണ്. നമ്മൾ 5 പേര് ഒരുമിച്ചാണ് പോയത്. നമ്മുടെ കൂടെ വേറൊരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു, വിനിയെന്നും പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ചേച്ചിമാർ കുറച്ച് നാരങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിരുന്നു കേട്ടോ. നമ്മൾ നല്ല തമ്പിയായിരുന്നു ചേച്ചിമാരൊക്കെ. നാരങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും പോയി. ഈ ചേച്ചിമാർ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യണത് സൈഡിൽ കളക്ട് ചെയ്ത് വെക്കും. പിന്നെ നമ്മളത് എഴുതാനും കൂടെ പഠിച്ചുകൊണ്ട് നമ്മളായിട്ട് എഴുതുകയൊക്കെ ചെയ്തത്. അതിൻ്റെ കാശൊക്കെ നമ്മൾ വാങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. ആ ചേച്ചി പറഞ്ഞു അതൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളതൊക്കെ ചെയ്തു. പിന്നെ വൈകുന്നേരം ഈ വേസ്റ്റെല്ലാം കളക്ട് ചെയ്യും കേട്ടോ അവർ എടുത്ത് ഞാൻ സൈഡിൽ വെച്ചേക്കണത്. പിന്നെ തിരിച്ച് നമ്മൾ അവിടെ എത്തിയിട്ട് തിരിച്ച് പോകണ വഴിക്കണെങ്കിൽ മഴയും പെയ്തു. അപ്പം ശരി എന്നാൽ ബായ്.